മിണ്ടാതിരുന്ന് വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ? നോക്കമ്മേ, ഇഡ്ഡലി വെച്ചിരുന്ന് കഴിച്ചോ മോനെ? കഴിച്ചു അമ്മേ. തേങ്ങാ ചട്നി എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ ഇല്ലല്ലോ നീ. ഭയങ്കര സംഭവമായിരുന്നു, ഇന്നലത്തെക്കാളിലും നല്ലത്. ശരി എന്നാ അമ്മേ, ഇറങ്ങാ. സൂക്ഷിച്ചു പോ. പോയിട്ട് വരാമേ, ബൈ. എടി, രാത്രി അവന് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ലല്ലോ. കോപ്പ, അവൻ എത്ര തവണ SMS ചെയ്തിരിക്കണെന്ന് കണ്ടോ? രാത്രി 11 മണിക്ക് ശേഷം എത്ര കോളോ വന്നെന്നറിയുന്നു. എന്ത്? ഞാൻ അത്ര വൃത്തികേടായിട്ട് സംസാരിച്ചിട്ടും പിന്നെ അവൻ നിന്നെ ഫോൺ വിളിച്ചോ? എടി, നീ തന്നത് ഈ നമ്പർ തന്നെയല്ലേ? 9962800713. അല്ല, ഇതെന്താ? ഞാൻ 20 അല്ലേ പറഞ്ഞ, നീ 00 കേട്ടത്. അയ്യോ, ആരാന്നറിയാതെ ഞാൻ എന്തൊക്കെയോ ചീത്ത വിളിച്ചടി. അങ്ങനെ നീ എന്താ പറഞ്ഞത്? എന്തോന്നാളിയത്? ചെവിയൊക്കെ പൊട്ടി ഇയർഡ്രമൊക്കെ പുറത്തു വരെയുള്ളൂടാ ഇവളുടെ തെറിപ്പാട്ട് കേട്ട് കഴിഞ്ഞാ. ഇവളെങ്ങനെ വെറുതെ വിട്ട് തളിയാ? കേട്ടില്ലേ? ഇപ്പൊ ഞാൻ അവളെ വിളിക്കാൻ പോവാ. എടി, ആ നമ്പറിന്ന് കോൾ വരുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? സ്വിച്ച് ഓഫ് ചെയ്തളിയാ. എന്നൊരു കാര്യം ചെയ്യ്, ഒരു ചായക്ക് പറ, ആലോചിക്കട്ടെ. ഫോൺ അവള് സ്വിച്ച് ഓഫ് എന്തോ? ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ കളിയാക്കല്ലേ? ചായ ചേട്ടനോട് പറടാ. അതെങ്ങനാടാ? രാവിലെ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കഴിക്കാതാണോ വരുന്നേ? പോക്കറ്റിലാണെങ്കിൽ കാശുമില്ല. ചേട്ടാ, ഒരു സിഗരറ്റ് തന്നെ. ഇല്ലടാ. കടയിലില്ലയോ? അതെ, എനിക്ക് മാത്രം തരില്ലെന്നോ? നിനക്ക് മാത്രം തരില്ല. നീയേ എനിക്ക് 1330 ബാക്കി തരണം. എപ്പ തരും? തരാനുള്ള 10 പൈസ ചോദിച്ച പമ്മി അങ്ങ് പോ. എത്ര നേരമായിട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഹായ് പ്രേം, സുഖം തന്നെയല്ലേ? ഇത്രയുള്ളൊരു സമോസയെ ഒറ്റ വായിക്ക് എങ്ങനെ വിഴുങ്ങുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പോടാ പട്ടി. നീ പൊടി. ഓസിന് പെപ്സിയും പപ്സും കഴിച്ചിട്ട് അവളുടെ വായിന്റെ നീളം കണ്ടില്ലേ? എന്തിനാടാ എപ്പോ നോക്കിയാലും പെമ്പിള്ളേരെ വായിന്ന് ഓരോന്ന് കേൾക്കണം? ഒരു പുണ്യാളം വന്നിരിക്കുന്നു. നീ പോടാ. അതൊന്നുമില്ലടാ, ഇവൻ കൊറേ കാലമായിട്ട് എബോവ് 35 നോക്കി നോക്കി ബിലോ 23 കാണാതായി. അല്ലടാ? ഓഫ് കോഴ്സ് നേതാവേ. എടി, അയ്യോ, പിന്നെ ആ നമ്പറിന്ന് കോൾ വരുന്നടി. പേടിയാവുന്നു. ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ട് സോറി പറഞ്ഞോ? ഹലോ, സോറി സർ. എന്ത് സോറി എന്നോ? അല്ല സർ, എന്റെ ഫ്രണ്ടിന്റെ നമ്പറിലേക്ക് ആരാന്ന് തന്നെ അറിയില്ല. ദിവസവും നൈറ്റ് ഫോൺ ചെയ്ത് വൃത്തികേടായിട്ട് സംസാരിക്കുന്നു. ആണോ? നീ സംസാരിച്ചതോ? അല്ല, അയാളെ ചീത്ത പറയുന്നതിന് പകരം നിങ്ങളുടെ നമ്പർ എന്റെ ഫ്രണ്ട് മാറ്റി തന്നതാ. പ്ലീസ് പ്ലീസ്, സോറി സർ. എന്തെന്ത് സോറി എന്നോ? ഹലോ, അറിയാതെ ചെയ്യുന്ന തെറ്റിനെയാണ് സോറി പറയുന്നത്. അറിഞ്ഞു ചെയ്യുന്ന തെറ്റിന് മാപ്പ് അറിയിക്കുന്നില്ല. നീ ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ റോങ് നമ്പർ ആണെന്ന്. അതിനുശേഷവും നീ വിളിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ? നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്താ വരുന്നു. എവിടേക്ക് സർ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. സർ സർ, അങ്ങനെയൊന്നും ചെയ്യല്ലേ സർ. എന്റെ സ്റ്റഡീസ് സ്പോയിൽ ആവും. നിങ്ങൾ എന്നെ എത്ര വേണം ചീത്ത വിളിച്ചോ. ഓ, അതാണോ കാര്യം? ശരി, ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. ആദ്യം എന്റെ നമ്പറിന് ഒരു 100 രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്യും. സർ. ഓക്കെ സർ, ഓക്കെ സർ. പറയാളിയാ, ലണ്ടനിൽ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ ഉണ്ട്? ബാലൻസ് കുറെ ഉണ്ടറാ, നീ സംസാരിക്കേ. ഇവിടെ ഭയങ്കര വെയിലാണെന്നേ. ഇവരെന്താ വാനത്തേക്ക് നോക്കി നടന്ന് ഇങ്ങനെ കാലാവസ്ഥ നിരീക്ഷകനാകാൻ പോവാണ്. അവന് ടോപ്പപ്പ് ചെയ്ത് ഇവള് പെരുവഴിയിലാവുന്ന തോന്നണേ. അല്ലല്ല,
ഇന്നത്തെ എക്സാം ഹലോ രമ്യ, എന്താ പൈസ ഉണ്ടെങ്കിൽ ഒരു 300 രൂപ ആ തന്നെ. ശരി തരാം. ഇതാ താങ്ക് യു. ഓക്കെ. എല്ലാം നീ ആയിട്ടാ. നീ തെറ്റായി ഡയൽ ചെയ്തന്നെ ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ടോന്ന്? ശ്ശേ. എത്ര രൂപയ്ക്കാ സെർച്ച് ചെയ്യണ്ടേ? ഫോൺ എടുക്കാൻ എന്താ എത്ര നേരം? വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കായിരുന്നു. ഓഹോ, വണ്ടിയൊക്കെ ഉണ്ടോ നിനക്ക്? നിന്റെ അച്ഛൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? സ്റ്റേറ്റ് ബാങ്കിൽ മാനേജറാ. മാനേജറാണോ? എവിടെയാ? കൊച്ചിയില്. ഓ, കൊച്ചിക്കാരിയാണല്ലേ. ഹൂ, ആ അതിരിക്കട്ടെ. നിന്റെ പേരെന്താന്നാ പറഞ്ഞ? ഗായത്രി. ഗായത്രി. നൈസ് നെയിം. ആ പിന്നൊരു കാര്യം, എനിക്ക് നിന്നോട് സംസാരിക്കണം തോന്നിയാലേ ഞാൻ കോൾ ചെയ്യും. 5 പ്രാവശ്യം അടിക്കുന്നതിന് മുമ്പേ നീ എടുക്കണം. എടുത്തില്ലെങ്കിലുണ്ടല്ലോ, നീ സംസാരിച്ചതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേൾപ്പിക്കും. മനസ്സിലായല്ലോ? ആ പിന്നൊരു കാര്യം, വോഡഫോണിൽ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. ഫുൾ ടോക്ക് ടൈം 500 രൂപയ്ക്ക്. ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്താൽ മതി. ആ ഇപ്പൊ ഞാൻ ബിസിയാണ്, പിന്നെ സംസാരിക്കാം കേട്ടോ. ബൈ. ടോർച്ചർ. നീയാണോ? പറയടി. എടി, ആ റോങ് നമ്പറിൽ സംസാരിക്കാൻ ആരാന്ന് കണ്ടുപിടിച്ചു. എന്റെ പഴയ വീട്ടോണറുടെ മോനാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആള് സുന്ദരനാട്ടോ. അവനാടി നിന്റെ നമ്പറിൽ വിളിച്ച് കളിയാക്കുന്നത്. ടോർച്ചർ ചെയ്യാതെ ഫോൺ വെക്കടി. ക്യാഷ്. എന്തു പറ്റിയടി? ഞാൻ ചോദിച്ചതിന് വല്ല മറുപടി പറഞ്ഞോ നീ? ഹലോ. ആഹാ, പറഞ്ഞ പോലെ 5ാമത്തെ റിംഗിൽ എടുത്തല്ലോ. വെരി ഗുഡ്. പറയൂ സർ. ഒന്നുമില്ല, സംസാരിക്കണം തോന്നി. പിന്നെ മൊബൈലിൽ കുറെ ബാലൻസ് ഉള്ളതുകൊണ്ടേ തീരുന്നില്ലെന്ന്. ആണല്ലോ, എന്റെ പൈസ തനിക്കെന്താ? ഏത് സമയം നോക്കിയാലേ ഫോണിൽ തന്നെയാ. എടി, മോളിൽ തുണി ഉണക്കാനിട്ട് പോയി എടുത്തോണ്ട് വാ. വീട്ടില് കുറച്ച് ജോലിയുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടെ സർ. ഓ അങ്ങനാണോ? ആ ശരി ശരി, ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് വെച്ചോ. ഉണങ്ങാത്ത തുണി ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇട്ടേക്ക് കേട്ടോ. എന്താടാ വിക്കി, അണ്ടി പോയ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നേ? അതൊന്നുമില്ലടാ, 1 ദിവസവും 2 ദിവസവും അല്ല, 4 ദിവസമായിട്ട് അവനൊരു പെണ്ണിനെ സിൻസിയർ ആയിട്ട് പ്രേമിച്ചോണ്ടിരിക്കുക. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. ഇനി ചിലപ്പോ അവൾ എന്നെ കണ്ടു കാണും. 4 ദിവസമായിട്ടോ? ഭയങ്കര സിൻസിയർ ആയിട്ടാണോ? എടാ, എനിക്ക് അവളുടെ നമ്പർ ഒന്നും നീ വാങ്ങിച്ചു തരൂടാ. ആ പിന്നെ, ഇനി അവളുടെ നമ്പർ വാങ്ങി കൊടുത്തേച്ചാൽ മതി, ഇവൻ അങ്ങ് ഒലത്തിക്കളയും. അളിയ, നമ്പർ സംഘടിപ്പിച്ചു തന്നാ മതിടാ, ഞാൻ അവളെ വളച്ചെടുത്തോളടാ. എനിക്കതിൽ വിശ്വാസം ഉണ്ടടാ. നിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഏത് റൂട്ടിലാണ് അവള്? റൂട്ടാ? എടാ, ഏത് ബസ് റൂട്ടിലാണെന്നാ ചോദിച്ചത്. എക്സ്ക്യൂസ് മീ, അതെ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ? എവിടെയാണെന്ന്? ഈ സ്ട്രീറ്റ് ഇവിടെ നിന്ന് നേരെ പോയിട്ട്. ശരി, നീ തന്നെ കാണിച്ചു കൊടുക്ക്. പറഞ്ഞോളൂ. നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിയണം, ആ പെട്ടെന്ന് തന്നെ റൈറ്റ് തിരിയണം. ആ അതിനടുത്ത് തന്നെ ഒരു ഗണപതി അമ്പലം കാണും. അവിടുന്ന് പിന്നെ ചേച്ചി ആ, ശരി. അഡ്രസ് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായില്ലെന്ന് വരാം. ഞാനും ചേച്ചിയുടെ കൂടെ വന്ന് വേണമെങ്കിൽ കാണിച്ചു തന്നാലോ? ശരി, കേറിക്കോ. അളിയാ പോയിട്ട് വരട്ടെ. ഇവനാള് കൊള്ളാലോ. ഈവനിങ് മറക്കാതെ വിളിക്കണേ. ഓക്കേ ചേച്ചി, ബൈ. അളിയ, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. മിണ്ടാതിരുന്ന് കഴിക്കടാ. അഡ്രസ് പറഞ്ഞു കൊടുക്കാൻ 1 ദിവസം എടുത്തോടാ. അളിയാ, ഭൂമി ഉരുണ്ടതാണടാ. നിനക്കൊക്കെ വന്ന് വീഴുന്നല്ലോടാ. അത് വിട്ടുകളടാ. ഏയ് ചേട്ടാ, എന്തോതാടാ? ഞാൻ എത്രയാ തരേണ്ടത്? 1310 രൂപ. 1310. ബാക്കി ചില്ലറ ഉണ്ടാവും ചിലപ്പോ, അത് ചേട്ടൻ വച്ചോ. എടാ,
ഇത് തലയിരിച്ച് പ്രിന്റ് ചെയ്തേക്കല്ലേ, സീരിയൽ നമ്പർ പോലും ഇല്ലല്ലോ. ഫോറിൻ മണിയാ, ആ അങ്ങനെ കാണും. ആഹാ ഉം. വിദേശത്തുള്ള ആളുടെ ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തിയ ആൾക്ക് വെട്ടേറ്റു. ഉം. അളിയ, ആ നീല ചുരിദാറാടാ. അളിയ, നല്ല കുട്ടിയല്ലടാ. ആ നിന്നെ പോലെ ഒരുത്തൻ പെണ്ണ് കാണാൻ കൊള്ളാവോന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോടാ? കിട്ടിയത് എന്താണോ അത് വെച്ച് സന്തോഷിക്കാൻ നോക്ക് കേട്ടോ. അവളുടെ നമ്പർ വേണോ വേണ്ടയോ? അളിയ, നിന്നെ വിശ്വസിച്ചാടാ ഞാൻ ഇരിക്കണത്. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരണത് നിന്റെ കടമയാടാ. ഓക്കേ, വെയിറ്റ് ആൻഡ് വാച്ച്. എടി ഇന്നലെ നീറ്റ് ഡ്രസ് അതെ, തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ് എവിടെയാ? ആ 7 നമ്പർ ബസ് ഇപ്പൊ തന്നെ പോകും. അയ്യോ, ദേ ആ ചെറുക്കന്റെ ഫോൺ വീണു. ആ സിമ്മൊന്ന് തന്നെ. ദാ അതെ, ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ ഫോണിൽ നിന്നൊന്നും വിളിക്കാവോ? നമ്പർ ഒന്ന് പറഞ്ഞേ. 9884 9843 19293. 19293. റിംഗ് പോകുന്നുണ്ട് കേട്ടോ. ആണോ? അതെ. അറിയില്ല, ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എനിവേ, താങ്ക് യു. സർ, സമയം ഇപ്പോൾ 10 മണിയായി. ഇനിയിപ്പോൾ പുറത്തു പോയി ഞാൻ എങ്ങനെയാ സാർ റീചാർജ് ചെയ്യാ? ഞാൻ മോർണിംഗ് ചെയ്തേക്കാം. ഹലോ ഹലോ സർ. ഇനി നീ എന്നെ സാറെന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, പ്രേമെന്ന് വിളിച്ചാൽ മതി. പിന്നെ നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നീ സംസാരിച്ചൊക്കെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു. പിന്നൊരു കാര്യം ആലോചിച്ചപ്പോ എന്റെ അടുത്ത് തന്നെ 100 രൂപ എപ്പോഴും കാണാറില്ല. നിന്നോട് ചോദിച്ചു വല്ലാതെ വലപ്പിച്ചില്ലേ? ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്താണെന്ന് അറിയില്ല. ഇതുപോലെ അമ്മേ, ഇതിനു മുമ്പ് ആരും അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. അവനൊന്ന് നോക്കിയേ, ആരെടുത്തോ കത്തി വെച്ചോണ്ടിരിക്കുക. ആണോ? ഡാ പ്രേം, എന്തായാലും സംസാരിക്കാൻ തുടങ്ങിയല്ലോ. നല്ല കുക്കിംഗ് അറിയാവുന്ന പെണ്ണിനെ നോക്കി പ്രേമിക്കും. ഓ ശരി. എന്താ പാചകറിയാവുന്ന പെൺകുട്ടിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അതൊന്നുമില്ല ഗായത്രി, എന്റെ അമ്മ പാചകത്തിൽ PhD എടുത്താ. അതെയോ? എന്റെ അമ്മയുടെ കൈപുണ്യത്തിനെ കുറിച്ച് എന്താ പറയാ. എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പാർ രസം മാതിരി വെക്കരുതെന്ന്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഇപ്പൊ മനസ്സിലായി അമ്മ പാചകത്തിൽ എത്രത്തോളം PhD എടുത്തിട്ടുണ്ടെന്ന്. അയ്യോടാ, 1 മിനിറ്റ് വെയിറ്റ് ആണേ, ഇവിടെ പവർ പോയി. ഞാനൊന്ന് ക്യാൻഡിൽ കത്തിച്ചോട്ടെ. ഷോ, ഇതിവിടെ നിക്കുന്നില്ലല്ലോ. അതെ, ആ തീപ്പെട്ടി കൊള്ളി കത്തിച്ച് മെഴുതിരിയുടെ താഴെ കാണിക്കേ, അപ്പൊ നിക്കും. ഓക്കെ. താങ്ക്സ്. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവർക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തും താങ്ക്സ്, സോറി, പ്ലീസ് എന്നൊന്നും പറയരുത്. ശരി, ഓക്കെ. ഇനി ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഗുഡ് നൈറ്റ് ഗായത്രി, ബൈ. അവള് സംസാരിച്ചാലേ ചിത്ര ചേച്ചി പാടുന്നത് പോലെ ഉണ്ട്. ഈ പാട്ടാ ഞാനത് അന്വേഷിച്ചത്. എന്തോ? അതല്ലളിയാ, എന്റെ മുത്തശ്ശി പാടിയാലും ലതാ മങ്കേഷ്കർ പാടുന്ന പോലെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ച സുന്ദരിയാവണമെന്നില്ലല്ലോ. പ്രേം, എടി ഞാൻ പ്രീതിയാ. നിനക്ക് എന്താ പറ്റിയത് പറ. ഒന്നുമില്ല, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. കുറച്ചു കാലം മുമ്പ് എപ്പോ വേണമെങ്കിലും അവളെ വിളിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വിളിക്കണം തോന്നുമ്പോഴൊക്കെ 1 അല്ല 100 പ്രാവശ്യം ഞാൻ ആലോചിക്കുന്നടാ. ഞാൻ പറഞ്ഞത് വിശ്വസിക്കേ. ഫോണിൽ വോയിസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുന്നതിലും മോശമാവൂടാ. കാഴ്ചക്ക് മാത്രമുള്ള സൗന്ദര്യം, മനസ്സിനെല്ലാം ഒന്ന് തന്നെ. ഗായത്രി, ടോപ്പ് ചെയ്തിരുന്നോ? 3 ദിവസമായിട്ട് പ്രേം വിളിച്ചതേ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫോണിൽ ശരിക്കും ബാലൻസ് ഇല്ലാന്ന്. ഓരോ ഇന്റർവ്യൂവിന് പോണോന്ന് പറഞ്ഞ് കാശ് മേടിക്കുന്നതല്ലാതെ ഒരു പുരോഗതിയും കാണുന്നില്ലല്ലോ. നീ എന്തിനാ മോളെ അമ്മയുടെ അടുത്ത് പൈസ ചോദിച്ചേ? ഒരു ഫ്രണ്ടിന് കൊടുക്കാനുണ്ടായിരുന്നു വെച്ചാ.
അവള് ചോദിക്കുന്ന കേട്ടില്ല, കൊടുത്തൂടെ നിങ്ങക്ക്? അവളുടെ ഒരു റെക്കമെൻഡേഷൻ. എടി, ഇത് ഭക്ഷണം എടുത്തു വെച്ച് കഴിച്ചിട്ട് പോ. ആ ശരി അമ്മേ. ചേഞ്ച് വാങ്ങിട്ട് വാ. ചേട്ടാ ഒരു 1000 രൂപയ്ക്ക് ചേഞ്ച് തരൂ. ചേഞ്ച് ഒന്നും ഇല്ല ഇവിടെ. പാളയ മാർക്കറ്റ് അങ്ങനെ പോയി ഒന്ന് നോക്ക് ചേട്ടാ. ഇല്ലെന്നേ. ഉണ്ടെങ്കിൽ ഞാൻ തരില്ലേ. ശ്ശേ, ഇങ്ങോട്ട് വാ. ഉണ്ടോ? ദാ താങ്ക് യു ബോസ്. ഒന്ന് വേം വാ, സമയം ആ, ഒരുപാടായി. വന്നു. ഒരു 1000 രൂപയ്ക്ക് ചില്ലറ വാങ്ങിട്ട് വരാൻ പറഞ്ഞാ അതെങ്കിലും നീ ശരിക്കും ചെയ്യുന്നുണ്ടാ? ഇതില് 4 നോട്ട് കള്ളനോട്ടാ. ഇതെങ്കിലും നിനക്ക് അറിയുന്നുണ്ടോ? കള്ളനോട്ടാ? അതെങ്ങനെ അറിയാനാ? മര്യാദക്ക് ജോലിക്ക് പോയി കാശ് സമ്പാദിച്ചാലല്ലേ കള്ളനോട്ട് ഏതാ നല്ല നോട്ട് ഏതാ തിരിച്ചറിയൂ. ഇത് എവിടുന്ന് കിട്ടി നിനക്ക്? പലചരക്ക് കട. ഓ, പോയി മാറ്റിട്ട് വാ. ഇങ്ങനെ ഒരെണ്ണം എനിക്ക് പിറന്നല്ലോ ദൈവേ. ചേട്ടാ ചേട്ടാ, ഇവിടെ ഓട്ടോന്റെ അടുത്ത് ഒരാൾ നിൽക്കണമെന്നു. അയാളെ കണ്ടു? ഇല്ലെന്നേ. നേരത്തെ വണ്ടി പഞ്ചറായ ടയർ മാറ്റുന്നുണ്ടായിരുന്നു. എന്തിനാ ചോദിക്കുന്നേ? ഒന്നുമില്ല. ഫോണിലൂടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്ട് വരാന്ന് പറയുന്നത് കേട്ടു. ദാ, ഒരു വെള്ള പാക്കറ്റ് തന്നെ. ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. കള്ളനോട്ട് കൊടുത്തിട്ട് 6 ലക്ഷം രൂപയുടെ ഒറിജിനൽ നോട്ട് തരും. എടാ, പണം നീ സൂക്ഷിക്കണം. ആ ശരി. ഹലോ. ഹലോ, കൂട്ടനാട് പോലീസ് സ്റ്റേഷനിലെ? അതെ, നിങ്ങളാരാ? ഞാൻ ആരാണെന്നുള്ള ഇരിക്കട്ടെ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തൃശ്ശൂർ പോണ റെഡിമെയ്ഡ് ട്രാവൽസിന്റെ അടുത്ത് ഒരാൾ ചാക്ക് നിറയെ കുഴൽപ്പണമായിട്ട് യാത്ര ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അതിലെ മുഴുവനും കള്ളനോട്ടുകളാണ്. ഏയ്, അത് കള്ളനോട്ടാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എന്റെ അടുത്ത് ആധാരമുണ്ട് സർ. ശരി, നീ ആര്, നീ എവിടുന്ന് വിളിക്കണോ അത് നീ ആദ്യം പറയേ. കൂട്ടനാട് തന്നെയാണ് സർ. നടക്കടാ, വണ്ടി കയറാ, പിടിച്ച് കയറ്റവനെ. നടക്കണ നീ വണ്ടിയിലേക്ക്. കേറ്റവനെ. സർ